ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവരുടെ വിശേഷമൊക്കെ. നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഇൻറ്റിജേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ ചാപ്റ്റർ ഏതാണ്? റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. മൾട്ടിപ്ലിക്കേഷനിൽ ഇവർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാ ഇതിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം നമ്മൾ എന്നാ എഴുതും? എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എ ആയിരിക്കണം. വേർ എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ്. ഇവിടെ ഞാൻ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. 5 ഇൻറ്റു -2, രണ്ട് ഇൻറ്റിജേഴ്സ് അല്ലേ? 5 ഇൻറ്റിജറാണ്, പോസിറ്റീവ് വാല്യൂ. -2 അതും ഇൻറ്റിജറാണ്, നെഗറ്റീവ് വാല്യൂസ്. ഇൻറ്റിജർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും സീറോയും ഇതോടെ വരുന്നതാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ആരാ ഹോൾ നമ്പേഴ്സ്? ഹോൾ നമ്പേഴ്സ് ആരാ? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്, അതിൽ എണ്ണുന്ന സംഖ്യകൾ 1, 2, 3യും അതിൻ്റെ കൂടെ സീറോയുടെ വരുമ്പോഴാണ് ഹോൾ നമ്പർ ആവുന്നത്. അപ്പോൾ ആരാ റാഷണൽ നമ്പർ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ളത്, അതായത് P/Q ഫോം. ന്യൂമറേറ്ററും വേണം, ഡിനോമിനേറ്ററും വേണം. വേർ Q ഈസ് നോട്ട് ഈക്വൽ ടു 0. Q 0 ആകല്ലേ, വേറെ എന്ത് വേണമെങ്കിലും ആകാം, പ്ലസോ മൈനസോ എന്തെങ്കിലും ഇൻറ്റിജർ ആകാം കേട്ടോ. അതുകൊട്ടെ, നമുക്കിത് നോക്കാം. 5 ഇൻറ്റു -2 മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചു. നിങ്ങൾ 7th പഠിച്ചാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ. രണ്ട് പ്ലസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് നിങ്ങൾക്കറിയാം എന്താ? പ്ലസ്. ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആരാകും? പ്ലസ്. ഒരു പ്ലസും ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മൈനസ്. കേട്ടോ, ഇത് രണ്ടും പ്ലസ്. ഓർക്കാൻ എളുപ്പം, ഇവർക്ക് മാത്രമേ ഉള്ളൂ. മറ്റേ കേസിൽ അഡീഷൻ്റെ കേസിൽ പ്ലസിനും മൈനസും മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് വരുന്നത്. മനസ്സിലായോ? 5 ഇൻറ്റു -2, 5 ഇൻറ്റു 2 10. കേട്ടോ, പ്ലസും മൈനസും വന്ന ആൻസർ -10. ഇതിപ്പോൾ നമ്മൾ എ ഇൻറ്റു ബി ആ ചെയ്തത്. നമുക്ക് ബി ഇൻറ്റു എയുടെ ചെയ്യണ്ടേ? ബി ആതാ? -2 ഇൻറ്റു 5. ഇപ്പം ഇത് ബി ആയി, എ ആയി. ഇവിടെയും 5 ഇൻറ്റു 2 10, ഒരു മൈനസും ഒരു പ്ലസ്, ആൻസർ -10. ഇവർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കണ്ടോ, എ ഇൻറ്റു ബി ചെയ്തപ്പോഴും ബി ഇൻറ്റു എ ചെയ്തപ്പോഴും സെയിം വന്നു. ശരിയല്ലേ? അപ്പം നോക്കാം. അത് നമുക്ക് രണ്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് നോക്കാമല്ലോ. -10ഉം നെഗറ്റീവ് വാല്യൂസ്. നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇൻറ്റിജർ ഈസ് എ നെഗറ്റീവ് നമ്പർ അല്ലേ? ഇൻറ്റിജർ ഹാസ് നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, -10 ഇൻറ്റു -3, രണ്ട് മൈനസ് വന്നു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആദ്യം 30, രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും മക്കളെ? പോസിറ്റീവ് സൈൻ. അപ്പം +30. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പോ എ ഇൻറ്റു ബി ആണ് ഞാൻ ചെയ്തത്. ബി ഇൻറ്റു എ ചെയ്യാം. -3 ആദ്യം എഴുതാം. -3 ഇൻറ്റു -10. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 10 ഇൻറ്റു 3 30. രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താ പ്ലസ്. ഓക്കെ, ഇവർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ ഞാൻ ആൻസർ എങ്ങനെ എടുത്തെഴുതും? എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ അല്ലേ എഴുതണ്ടേ? സോ എഴുതാം. സോ integers under ഏതിലാ? multiplication. Integers under multiplication is commutative. കണ്ടോ, integers under multiplication. അപ്പോൾ അഡീഷനും integers under അഡീഷനും integers under multiplicationും കമ്മ്യൂട്ടേറ്റീവ് ആണ്. സബ്ട്രാക്ഷൻ അല്ല. നമുക്ക് ഡിവിഷനും കൂടെ നോക്കാം, അത് ശരിയാകുമോ? മൾട്ടിപ്ലിക്കേഷൻ മാറി, നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഡിവിഷൻ. ഡിവിഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതെന്നായിരിക്കണം? എ ഡിവൈഡഡ് ബി എന്ന് പറഞ്ഞാൽ ബി ഡിവൈഡഡ് ബൈ എ ആയിരിക്കണം. ആണോ? നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കിയേ. 10 divided by -2. 10 divided by -2. ഡിവിഷനാ. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെ ഡിവിഷൻ ഇങ്ങനെ എഴുതത്തില്ലേ? 10 by -2 അല്ലേ? ഡിവിഷൻ ഇതാണല്ലോ. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ആൻസർ 5. അപ്പൊ ആൻസർ എന്താണ്? ഒരു പ്ലസും, അത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു പ്ലസും ഒരു മൈനസും ആണ് ഡിവിഷൻ. ഡിവിഷൻ കൊണ്ട് നമുക്കില്ല, ഒരു പ്ലസും മൈനസും ആണ്. അപ്പൊ ആൻസർ എന്നാ വരും? മൈനസ്. അപ്പൊ ആൻസർ എന്നാണ്? -5. അപ്പൊ നമ്മൾ എ ഡിവൈഡഡ് ബൈ ബി ആ ചെയ്തത്. നമുക്കിനി ബി ഡിവൈഡഡ് ബൈ എ നോക്കാം. -2നെ ഡിവൈഡഡ് ബൈ 10.
ഇങ്ങനെ എഴുതിക്കേ, -2/10. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 ഇവിടെ 5. നമുക്ക് ആൻസർ എന്നാ മക്കളെ വന്നേ, -1/5 എന്ന്. സെയിം ആണോ കിട്ടിയത്? അപ്പൊ A ഡിവൈഡഡ് ബൈ B ഈസ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ A ആണോ? അല്ല. അപ്പം ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കണം. നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ നോക്കാം അല്ലേ. എന്ത് ചെയ്താലും ഇങ്ങനെ വരത്തുള്ളൂ. ഇപ്പൊ ഇത് രണ്ട് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വരെ. നമുക്ക് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഞാൻ ചെയ്ത് നോക്കാം. രണ്ട് നെഗറ്റീവ് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഏതാവേ, -15 ഡിവൈഡഡ് ബൈ -3. ഓക്കെ, ഇങ്ങനെ എഴുതാം, -15 ബൈ -3 ഇങ്ങനെ എഴുതാമല്ലോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എത്രയാണ്? 5. മേളിലും താഴെയും നെഗറ്റീവ് സൈൻ ഉണ്ട്. അതായത് രണ്ട് നെഗറ്റീവ് വന്നാൽ നമുക്ക് എന്താകും? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ രണ്ട് നെഗറ്റീവ് വന്നാകും പ്ലസ് ആകും. അതുപോലെ തന്നെ വർക്കും കേട്ടോ, രണ്ട് മൈനസ് വന്നാൽ അത് പ്ലസ് ആകും. അതെങ്ങനെ? രണ്ടും ക്യാൻസൽ ആയി. ഇപ്പൊ ആൻസർ എത്രയാണ് വന്നത്? +5 അല്ലേ. തിരിച്ച് ചെയ്ത് നോക്കാം. ഇതിപ്പോ A ഡിവൈഡഡ് ബൈ B അല്ലേ. ഇനി B ഡിവൈഡഡ് ബൈ A ചെയ്ത് നോക്കാം. ഡിവൈഡഡ് ബൈ -15 ഇതുപോലെ എഴുതാമല്ലോ. -3 ബൈ -15. മൈനസ് വാല്യൂസ് ക്യാൻസൽ ആയി. 3 കൊണ്ട് 5. അപ്പൊ ആൻസർ എത്രയാണ്? 1/5. കണ്ടോ? സെയിം ആണോ മക്കളെ? അല്ല. അപ്പൊ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? സോറി, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പൊ നിങ്ങൾ എന്നാ എഴുതും? A ഡിവൈഡഡ് ബൈ B നോട്ട് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ A. Therefore എന്താ? Integers under ഏതിലാണ്? ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കേട്ടോ? അപ്പൊ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്, ഡിവിഷനും സബ്ട്രാക്ഷനും കമ്മ്യൂട്ടേറ്റീവ് അല്ല. മനസ്സിലായില്ലേ മക്കളെ? വീഡിയോ കാണുക, എന്നിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കും, ഇതെങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. ഇനി ഇതിന്റെ എക്സസൈസ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഇതിൽ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഇതൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ അഡീഷൻ ഒക്കെ ചെയ്യാനറിയാം, പ്ലസും മൈനസും വെച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക മക്കളെ. പ്രോബ്ലംസ് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇത് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഈസി ആകുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ മക്കളെ, താങ്ക് യു.